ഹലോ ഗൈസ്, വെൽക്കം ടു എസ് എസ് സ്റ്റോറീസ്. അങ്ങനെ മാലദ്വീപിൽ അങ്ങനെ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഇന്ത്യക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് അവിടെ മാലദ്വീപ്സിൽ നിങ്ങൾക്ക് അറിയായിരിക്കാം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി മാലദ്വീപ് നമുക്ക് വർക്ക് ചെയ്യണോ എന്നൊരു ചോദ്യചിഹ്നം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളെല്ലാം പ്രവാസികളാണ്. നമുക്ക് പ്രവാസികൾക്ക് നാട്ടിലേക്ക് അയക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അതൊരു മര്യാദ വേണ്ടടേ. ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെയാണ് പറയുന്നത്, അറിയില്ല. എന്നിരുന്നാൽ കൂടി SBI പറയുന്നത് ഇനി നമുക്ക് നാട്ടിലേക്ക് ഈ $150 മാത്രമേ ഇനി ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മുൻപ് ഏകദേശം നമുക്ക് $500, ഏകദേശം നമുക്കൊരു 40,000-ന്റെ അടുത്ത് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുമായിരുന്നു. എന്നിരുന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. അവർ 500-ന്ന് അവർ 150-ലേക്ക് കട്ട് ഡൗൺ ചെയ്തു. $150 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിച്ച് നോക്ക് ഏകദേശം എത്ര ഉണ്ടാവുന്നത്. നാട്ടിൽ ഏകദേശം ഒരു 12,000-13,000 രൂപ മാത്രമേ ഇനി നമുക്ക് നാട്ടിലേക്ക് ബാങ്ക് വഴി അയക്കാൻ പറ്റൂ. വെറും 12,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നാട്ടിൽ നല്ല ജോലി നമുക്ക് കിട്ടില്ലേ? അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഗെയ്സ്. ഇപ്പം അത് ന്യൂസ് ചാനലൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്, വിവാദമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി വരുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഏജൻസി മുഖേന മാലദ്വീപിലേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക, ഇനി നിങ്ങൾക്ക് നാട്ടിലേക്ക് ഒരു മാസം ഏകദേശം മിനിമം 12,000 രൂപയോളം മാത്രമേ നിങ്ങൾക്കിനി അയക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കിനി ഏജൻസി ത്രൂ നിങ്ങൾക്ക് അയക്കാൻ പറ്റും, പക്ഷേ റേറ്റ് വളരെ കുറവായിരിക്കും. ബ്ലാക്ക് മാർക്കറ്റ് വഴി നമുക്ക് അയക്കാൻ പറ്റും, പക്ഷെ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു 50,000, 50,000-ന്റെ മുകളിലൊക്കെ നമ്മളെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് ഇൻകം ടാക്സിനൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ പണി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൻ്റെ സോഴ്സ് ഇൻകം അത് എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ സോഴ്സൊക്കെ കാണിക്കാനുള്ള നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയും ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ബ്ലാക്ക് മണി ആക്കണം എന്നാണോ, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുകയാണോ, എന്താണെന്ന് ഇവർ പറയുന്നില്ല. ഈ 10,000 രൂപ കൊണ്ടൊക്കെ നമുക്ക് എന്താക്കാനാണ് സംഭവം? ഒരുപാട് ബാധ്യതകളുള്ള ആൾക്കാരൊക്കെ പല സ്ഥലത്ത് പ്രവാസികളായിട്ടുണ്ടാവും. ഇതൊരു കടുത്ത ഒരു അടിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ടീച്ചർമാരൊക്കെ ശ്രദ്ധിക്കുക. മാലദ്വീപിലേക്ക് ആണെങ്കിൽ ഇപ്പം നമ്മളെ ഏജൻസിക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കും, അവരൊന്നും ഈ കാര്യമൊന്നും നിങ്ങളോട് പറയില്ല. എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കുക. പിന്നെ ഉള്ളത് പൈസ കൊടുക്കുന്നതാണ്. നമ്മളിനി തോന്നുന്നു ഇനി 2-2.5 ഒന്നും കൊടുക്കണമെന്ന് ഒരു ആവശ്യമില്ല. മാക്സിമം ഇപ്പോൾ ഒരു 50,000-ന്റെ അടുത്ത്. ശരിക്കും പൈസേൻ്റെ ആവശ്യമില്ല, മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് ആ ഒരു പൈസ ചോദിക്കുന്നുണ്ടാണ്. പിന്നെ നമ്മളെന്തിനാണ് ഈ ഏജൻസിക്ക് പൈസ കൊടുക്കുന്ന സംഭവം? ഇന്ന് ഒരു ഏജൻസിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തിനാണ് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ സംഭവം? നമ്മളിനി ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും മാലദ്വീപിലേക്കുള്ള ഒരു ഇടിച്ചു കയറ്റം, ഒരു കുത്തൊഴുക്ക് എന്തായാലും അത് നിൽക്കുന്ന ഉറപ്പാണ്. ഞാനിപ്പോൾ ഒരു ഫിസിക്സ് ടീച്ചറാണ്. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ സാമ്പത്തിക വിദഗ്ധർ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ കണ്ടറിയാം എന്താവുന്നു. വരുന്നവരെന്തായാലും ശ്രദ്ധിക്കുക. പൈസ പോകാനും പിന്നെ ഇവിടെ വന്നിട്ട് കരഞ്ഞ് മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ആൾക്കാരോട്, ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കുക. പിന്നെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. പിന്നെ ഈ ഡെയിലി എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന ഐലൻഡ് ഇന്ന സ്കൂൾ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. അവരൊന്നും പ്രതികരിക്കുന്നില്ല. അവർക്കൊക്കെ ബാക്കിയുള്ള ഡെയിലി അവർ പ്രൊമോട്ടും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അവർ ജെന്യൂൻ ആയിട്ടൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഈ സമയവും കടന്നു പോകും.